കരുവന്നൂർ കേസിൽ അന്വേഷണം മുറുകിയതോടെ ഇഡിക്കെതിരെ CPM. കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്തേക്ക് CPM മാർച്ച് നടത്തുകയാണ്. കരുവന്നൂർ കേസിൽ ഉൾപ്പെടെ CPMനെ കുരുക്ക് മുറുകുന്നതിനിടയിലാണ് മാർച്ച്. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഒരു വിഷയത്തിൽ ഇഡിയുടെ കുരുക്ക് മുറുകുന്നു, തങ്ങളുടെ നേതൃത്വം തന്നെ പ്രതിപട്ടികയിലേക്ക് വരുന്നു. ഈ ഒരു സമയത്താണ് മുഖം രക്ഷിക്കാൻ എന്ന രീതിയിലേക്കുള്ള CPMന്റെ പ്രതിരോധ മാർഗം, അല്ലേ? തീർച്ചയായും കെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ കേസുകളിൽ അന്വേഷണം ശക്തമാകുന്ന ഘട്ടത്തിൽ CPM നേതാക്കൾ കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. CPMന്റെ പങ്ക് പ്രത്യേകിച്ച് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകളിലൂടെ ലഭിച്ച കള്ളപ്പണം CPMും കൈപ്പറ്റി എന്നായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി CPM നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ CPM കൗൺസിലറായ അരവിന്ദ് ദാഷൻ അറസ്റ്റിലാവുകയും ചെയ്തു. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുൻ മന്ത്രിയും മുൻ സ്പീക്കറും ഒപ്പം തന്നെ നിലവിൽ MPയുമായ കെ രാധാകൃഷ്ണൻ അന്വേഷണ സംഘം സമൻസ് നൽകിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അത്തരമൊരു പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് CPM മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പ്രധാനമായും കൊടകര കേസുമായി ബന്ധപ്പെട്ട്, കൊടകരയിലെ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന കുറ്റപത്രത്തെ വിമർശിച്ചുകൊണ്ടാണ് ഈ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. BJPയെ രക്ഷിക്കാൻ വേണ്ടി കുറ്റപത്രം സമർപ്പിച്ചെന്നൊരു ആരോപണം ഉയർത്തിക്കൊണ്ടാണ് CPMയുടെ ED ഓഫീസിലേക്ക്, എറണാകുളത്തെ ED ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ടുകൂടി നേതാക്കളെ സംരക്ഷിക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം പാർട്ടി തലത്തിൽ തന്നെ നടക്കുന്നു. അങ്ങനെയാണ് PB അംഗം കൂടിയായ വിജയരാഘവനടക്കം പങ്കെടുത്തുകൊണ്ട് ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയും പ്രതിരോധം സൃഷ്ടിക്കുക, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വലിയ ഒരു പ്രതിരോധത്തിലാണ്. ഈ കേസുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി കള്ളപ്പണ കേസുകൾ അടക്കം വരുന്നു. അതിൽ നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പലരും കേസിൽ അകപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഈ അന്വേഷണ സംഘത്തെ, കേന്ദ്ര അന്വേഷണ സംഘത്തിന് മേൽ ഈ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് അതിന്റെ എല്ലാ ആരോപണങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മനഃപൂർവ്വമാണ് കേസുകൾ ചാർജ് ചെയ്യുന്നത് എന്ന് അത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് CPM മുന്നോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാർച്ച് നടക്കുകയും ചെയ്യുന്നത്. CPM ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വലിയ തോതിലുള്ള ഒരു സുരക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. CRPF സംഘമാണ് ഈ ഒരു ഓഫീസിന് സുരക്ഷ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഏറെ അടുത്തേക്ക് പോലും ഈ ഒരു മാർച്ച് എത്തിയിട്ടില്ല. വളരെ മുന്നിൽ വെച്ച് പോലീസ് സംഘം തടഞ്ഞിരിക്കുകയാണ് ഈ മാർച്ച്. അതിനുശേഷമാണ് CRPFന്റെ വലിയ സുരക്ഷ കൂടി കടന്നു വേണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിനടുത്തേക്ക് എത്താൻ. എന്നാൽ ഇത്തരമൊരു പ്രതിഷേധ സമരത്തിലൂടെ CPM നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് തങ്ങൾക്കെതിരായ അന്വേഷണങ്ങളെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടും സമരമാർഗങ്ങളിലൂടെയും തടയാനുള്ള ശ്രമങ്ങൾ സംഘടിതമായി നടത്തും എന്നത് തന്നെയാണ് ഈ ഒരു സമരത്തിലൂടെ പാർട്ടി വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് കൊടകര കവർച്ച കേസുമായി ബന്ധപ്പെട്ട് BJP നേതാക്കളെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസ് നടന്ന സമയത്തും സ്വർണ്ണക്കടത്ത് കേസിൽ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ CPMന്റെ സമരങ്ങൾ നടന്നിരുന്നു. അന്ന് CPM നേതാക്കൾ തന്നെ ഈ കേസിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയരായ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് സമരമെങ്കിൽ ഇന്ന് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് CPM നേതൃത്വം പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് മറ്റൊരു സമരത്തിന് കൂടി CPM ഇപ്പോൾ നേതൃത്വം നൽകി വരുന്നത്. ശരി, കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.